സെക്സ് റിലേറ്റഡ് കാര്യങ്ങളിൽ മെന്റലി, ഇമോഷണലി, ഫിസിക്കലി എല്ലാം എൻകോമ്പസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സെക്ഷൽ ഹെൽത്ത് എന്ന് പറയുന്നത്. സെക്സ് എന്ന് പറയുന്നത് ഒരു പ്ലഷർ തരുന്ന കാര്യമാണെന്നും അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ പ്ലഷർ കിട്ടേണ്ട സാധനമാണെന്ന് അറിഞ്ഞിരിക്കുക. എല്ലാ എസ് ടി ഡിസും കൺട്രോളബിൾ ആണ്. എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഒരു എസ് ടി ഡി ഉള്ള ഒരാളുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ഇത് പാർട്ട്ണറോട് എങ്ങനെ പറയുന്നു എന്നുള്ളത്. നമ്മൾ ഒ പി ഡിയിൽ ഇരുന്ന് കരയുന്ന ആൾക്കാരുണ്ട്. ആൾക്കാർ കമ്പയർ ചെയ്യുന്ന പോൺ വീഡിയോസ് ഒക്കെ ആയിട്ടാണ്. ആൾക്കാർ മറന്നു പോകുന്നൊരു കാര്യം, നമ്മളൊരു സിനിമയെ പോലെ ഈ പോൺ എന്ന് പറയുന്ന ആൾക്കാർ ആക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ആൾക്കാർ സൈസ് ഒക്കെ കമ്പയർ ചെയ്യുക, ഡ്യൂറേഷൻ കമ്പയർ ചെയ്യുന്നതൊക്കെ ഈ പോൺ വീഡിയോസ് ആയിട്ടാണ്. പെയിൻ ഇഷ്യൂസ് അത് ഭയങ്കര കോമൺ ആണ്. പെനട്രേഷന്റെ സമയത്ത് പെയിൻ വരുന്നത്, സോഷ്യൽ നോംസിന് എതിരായിട്ട് പോയി എന്നുള്ളൊരു ഭയങ്കര ഗിൽട്ട് അതിനകത്തുണ്ട്. അപ്പൊ അതാണ് ഇവരെ ഈ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്. ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് പ്രോപ്പർ സെക്ഷൽ എഡ്യൂക്കേഷൻ നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ്. ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും ഏതെങ്കിലും ഒക്കെ ഒരു പോയിന്റിൽ ഏതെങ്കിലും ഒക്കെ രീതിയിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻ വരും. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ദിസ് ഇസ് എ നോർമൽ തിങ്. ഹൈ റിസ്ക് ബിഹേവിയർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 6 monthly സ്ക്രീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. കല്യാണത്തിന് അന്ന് പാർട്ട്ണറിനെ കാണുന്ന ഒരു ട്രെൻഡ് വരെ ഉണ്ട്. സോഷ്യൽ ഹിസ്റ്ററിയും STI സ്ക്രീനിങ്ങും ഒക്കെ ചെയ്തിട്ട് കല്യാണത്തിലേക്ക് പോകണമെന്ന് അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അത് എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ പ്രാക്ടിക്കൽ ആകും എന്നുള്ളത്, കുട്ടിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള STIs ഉണ്ടാകാം. എല്ലാം റെയർ ആയിട്ടെങ്കിലും സാധ്യതയുണ്ടല്ലോ. STI എന്ന് പറയുന്ന ഒരു ബോഡി ഫ്ലൂയിഡ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു സെക്ഷൽ പ്രാക്ടീസിലൂടെ സ്പ്രെഡ് ആവുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒരുപാട് കൺസേൺഡ് ആയിരിക്കും അല്ലേ? പിന്നെ ചില ടോപ്പിക്കുകളുണ്ട് നമുക്കത് തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഈവൻ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് പോകാൻ പോലും മടിയുള്ള ചില ഏരിയാസും ഉണ്ട്. എസ്പെഷ്യലി സെക്ഷൽ ഹെൽത്ത് എന്നൊരു ടോപ്പിക്ക് വരുമ്പോൾ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ പ്രബിൻ ദേവും ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഗൗരി ശങ്കറും ആണ്. വെൽക്കം ടു ദ ഷോ. ഹലോ, ഹാപ്പി ടു ബി ഹിയർ. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് സെക്ഷൽ ഹെൽത്ത്, STIs ആൻഡ് സെക്ഷൽ ഡിസ്ഫങ്ഷനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് കുറേ ടോപ്പിക്സ് ഉണ്ടാവും, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്ടേഴ്സിനോട് ചോദിക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ വളരെ ഒരു സ്റ്റിഗ്മ ഉള്ള ടോപ്പിക്കാണല്ലേ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടൊരു ജനറേഷനിൽ ജീവിക്കുന്ന ആളുകളാണെന്ന് നമുക്കൊരു വിശ്വാസമുണ്ടല്ലോ. പക്ഷെ എന്നാലും ഈ ഒരു സെക്ഷൽ ഹെൽത്ത് എന്ന് പറയുന്ന ടോപ്പിക്ക് വരുമ്പോൾ ഇപ്പോഴും ആളുകൾ അതിനെക്കുറിച്ച് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈവൻ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ പോലും മടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഈ സെക്ഷൽ ഹെൽത്ത് അല്ലെങ്കിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റിഗ്മ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് നമ്മുടെ ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെയും അല്ലെങ്കിൽ പേരൻസ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുടെയും അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒക്കെ ഒരു ഫോൾട്ടാണ്. കാര്യം ഇത് ഓപ്പൺലി ഡിസ്കസ് ചെയ്യുകയും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണ്ട ഒരു ടോപ്പിക്കാണ് സെക്സ്, നമ്മുടെ നോർമൽ അനാറ്റമി, നോർമൽ ഫിസിയോളജി, എന്താണ് സെക്സിൻ്റെ സമയത്ത് സംഭവിക്കുന്നത് എന്നുള്ളതും എപ്പോഴാണ് ഹെൽപ്പ് തേടേണ്ടതെന്നും. പക്ഷേ ഇതിനൊരു പ്രോപ്പർ ചാനലേ നമ്മുടെ കുട്ടികൾക്കില്ല. അപ്പം അവർ വേറെ സോഴ്സസ് തപ്പിപ്പോവും. ചിലപ്പോൾ കൂട്ടുകാരിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ പോൺ വീഡിയോസിൽ നിന്നാകാം. അപ്പോൾ ഫോൾസ് ഇൻഫർമേഷനാണ് ഇവരെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ എക്സ്പെക്ടേഷൻസും അല്ലെ അവരുടെ ഒരു റിയാലിറ്റി എന്ന് പറയുന്ന ഒരു റാപ്ഡ് റിയാലിറ്റിയാണ്. അവർ കുറച്ച് തെറ്റായ രീതിയിലായിരിക്കും അവർ ചിന്തിക്കുക. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഈ സെക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന എന്തോ മോശം കാര്യമാണ്, ഇതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല എന്നുള്ളൊരു നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടൊരു തോട്ട് ഉണ്ട്. അത് കാരണം ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നാൽ ഇവർ സംസാരിക്കത്തില്ല. അത് കാരണം ആ ഡിസ്ഫങ്ഷൻ കുറച്ചും കൂടെ മോശമായി വരും. അല്ല ഇപ്പം STIയുടെ കാര്യം പറയുകയാണെങ്കിലും അത് ഭയങ്കര സ്റ്റിഗ്മറ്റൈസ്ഡ് ആണ്. STI അഗെയിൻ സെയിം പ്രോബ്ലം തന്നെയാണ്. ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് കാണിക്കാനായിട്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ OPDയിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ തൊട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഡോക്ടറെ കാണിച്ചു. അതൊരു ഡോക്ടർ ഒരു ലാബ് ടെസ്റ്റ് പറഞ്ഞത് ചെയ്യാനായിട്ട് ലാബിലേക്ക് ചെന്നു. ആ ടെസ്റ്റ് ചെയ്യുന്നവരെയുള്ള ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും എന്നെ മനസ്സിലാക്കുമോ, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ടോ, അവരെന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ടോ, അത് കൂടാതെ ഇത് എത്രത്തോളം കോൺഫിഡൻഷ്യൽ ആയിരിക്കും, ഇത് മറ്റുള്ളവർ അറിയുന്നുണ്ടോ, ഇതെല്ലാം ഒരു സൈഡിൽ നിന്നാണ് ഉണ്ടാവും. അതിൻ്റെ ഒരു ടെൻഷൻ, കാര്യങ്ങൾ, ആൻസൈറ്റി ഒരു സൈഡിൽ. വേറൊരു സൈഡിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇനി പോസിറ്റീവായിട്ട് വരാൻ പോകുന്നത്, എന്തൊക്കെ അസുഖങ്ങളുണ്ട്, ഈ അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ. അപ്പോൾ ഭയങ്കര ഒരു ഡിസപ്പോയിൻമെൻറ്റിൽ, ഭയങ്കര ഒരു ഗിൽറ്റിലായിരിക്കും പേഷ്യൻ്റ് പൊതുവേ. നമ്മുടെ ഈ ഇത്രയും അഡ്വാൻസ്ഡ് കാലഘട്ടത്തിലും നിങ്ങൾക്ക് നേരിട്ട് അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്? പേഷ്യൻസ് വരാൻ മടിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലേ ഇങ്ങനത്തെ ടോപ്പിക്സ് ആയിട്ട്? തോന്നിക്കുന്നു.
ഒരുപാട് പേര് ഭയങ്കര ഡിലേഡ് ആയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് സീക്ക് ചെയ്യുക. അതിനുള്ളൊരു മെയിൻ കാരണം എന്ന് വെച്ചാൽ അവർക്കൊരു സ്റ്റിഗ്മയാണ്. അപ്പോൾ ഇതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷൻ മാത്രമാണ്, അതൊരു അസുഖമാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് അതിലെ ഒരു ഭയങ്കരമായിട്ട് ഒരു ഇമോഷണൽ ഒരു ഇമ്പാക്ട് അതെ എക്സാക്ട്ലി കൊടുക്കുന്നതുകൊണ്ട് അവർക്കത് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അതേപോലെ ചോദിക്കാനുള്ളൊരു കാര്യമാണ്, നമ്മളിപ്പം സെക്ഷുവൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഈ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ മാത്രമാണ് മൈൻഡിൽ വരുന്നത് അല്ലേ, അതൊരു പോയിന്റ്. രണ്ടാമത്തെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഇപ്പോൾ ഒരാളത് ഡയഗ്നോസ്ഡ് ആയി കഴിയുമ്പോൾ അയാൾ ഭയങ്കര അഷെയിംഡ് ആവുന്നു. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷുവൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു STI ആണോ, STI എന്നുള്ളത് മാത്രമാണ്? അത് അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ കറക്ഷൻ വേണ്ടത്. സെക്ഷൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് റിലേറ്റഡ് കാര്യങ്ങളിൽ മെന്റലി, ഇമോഷണലി, ഫിസിക്കലി എല്ലാം എൻകോമ്പസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സെക്ഷൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിലെ ഓട്ടോണമി, എൻ്റെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നത്, എനിക്ക് എന്താണ് ബോഡി അവകാശങ്ങളെ പറ്റി അറിഞ്ഞിരിക്കുക, റൈറ്റ് ടു പ്ലഷർ. സെക്സ് എന്ന് പറയുന്ന ഒരു പ്ലഷർ തരുന്ന കാര്യമാണെന്നും അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ പ്ലഷർ കിട്ടേണ്ട സാധനമാണെന്ന് അറിഞ്ഞിരിക്കുക. എപ്പോഴാണ് ഹെൽപ്പ് തേടേണ്ടത്, ഇങ്ങനെ നോർമൽ കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എപ്പോഴും അബ്നോർമൽ എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ ഹെൽപ്പ് തേടേണ്ടത്, എപ്പോഴാണ് ഒരു അസുഖമാവുന്നത്, എപ്പോഴാണ് ഇതൊരു ഡിസ്ഫങ്ഷൻ ആവുന്നത് അറിഞ്ഞിരിക്കുക, അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് തേടുക. ഇതെല്ലാം സെക്ഷൽ ഹെൽത്തിന്റെ കൂടെ വരും. അതിന്റെ കൂടെ എനിക്ക് സ്ട്രെസ് ചെയ്ത് നമ്മൾ STIയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ, ഇപ്പോൾ ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെക്കാട്ടിലും യൂറോളജിസ്റ്റുകളെക്കാട്ടിലും STI ട്രീറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ട്രെയിൻഡ് ഡെർമറ്റോളജിസ്റ്റുകളാണ്. അവരുടെ ഡിഗ്രി തന്നെ ഡെർമറ്റോളജി ആൻഡ് വെനറോളജി എന്നാണ്, വിച്ച് മീൻസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് പക്ഷേ എനിക്കറിയാത്തതാണോ, നമ്മൾ ഡെർമറ്റോളജി എന്ന് വെക്കുമ്പോഴേ നമ്മുടെ മൈൻഡിൽ സ്കിൻ ഡിസീസസ്, നമ്മളിപ്പോൾ എന്തെങ്കിലും സെക്ഷൽ അങ്ങനത്തെ ഹെൽത്ത് വരുമ്പോൾ നോർമലി നമ്മൾ ഗൈനക്കോളജിസ്റ്റ് അങ്ങനല്ലേ ചിന്തിക്കുക. ഇപ്പം ഡെർമറ്റോളജി പറയുമ്പോൾ സ്കിൻ അല്ലെങ്കിൽ ഇപ്പം പിന്നെ ഒരുപാട് കോസ്മെറ്റിക് അങ്ങനത്തെ കാര്യങ്ങളല്ലേ അതാണ് വരിക. അപ്പം ഈ ഒരു അല്ലേ STIs കൂടുതൽ ഡെർമറ്റോളജിസ്റ്റ് ആണെന്നുള്ളത് ചിലപ്പോൾ എൻ്റെ വിരദോഷം കൊണ്ടായിരിക്കും, എനിക്കൊരു പുതിയ അറിവാണ്. ബേസിക്കലി ആ ഒരു ടോപ്പിക്ക് സ്റ്റിഗ്മറ്റൈസ്ഡ് ആണെന്നുള്ളതിൻ്റെ റിഫ്ലക്ഷൻ ആണത്. നമുക്ക് ആ ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ ആരെയാണ് കാണിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല, കാണിക്കേണ്ടതെന്നുള്ള പോലും നമുക്കൊരു ഡൗട്ട് അറിയില്ല. അതായത് STIs അപ്പോൾ ശരിക്കും ഡെർമറ്റോളജിസ്റ്റ് ആണ് അതിൽ കൂടുതലല്ലേ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. കുറച്ച് ഓവർലാപ്പ് വരും, പക്ഷേ ഈ ഇൻഫെക്ഷൻസ് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാനും അതിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കാനും ഏറ്റവും ട്രെയിനിങ് കിട്ടിയിട്ടുള്ളത് ഡെർമറ്റോളജിസ്റ്റുകൾ ഇൻഫെക്ഷൻസിന്റെ കാര്യത്തിൽ. ഓക്കെ, അപ്പൊ ശരിക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ എല്ലാവരുടെയും മൈൻഡിൽ STI മാത്രമാണ് വരുന്നത്. ശരിക്കും ഡോക്ടർ നമ്മളൊരു സെക്ഷൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ടോപ്പിക്സ് ആണ് ശരിക്കും അതിൽ കവർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വരുന്നത്? ഏറ്റവും ബേസിക് ആയിട്ട് നോർമൽ ആയിട്ടുള്ള അനാറ്റമി, ഫിസിയോളജിയും എന്താണ് നമ്മുടെ സെക്ഷൽ ഓർഗൻസ് എന്തൊക്കെയാണ്, സെക്സിന്റെ സമയത്ത് നടക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, അറൗസൽ, അതിന്റെ ഒരു പീക്ക്, എക്സൈറ്റ്മെന്റ് വരുന്നു, പിന്നെ ഓർഗാസം വരുന്നു, ഇത് ആണുങ്ങളിൽ എങ്ങനെ നടക്കുന്നു, പെൺകുട്ടികളിൽ എങ്ങനെ നടക്കുന്നു, അത് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. പിന്നാണ് സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് വരിക. സെക്ഷൽ ഈ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ഒരു സൈഡ്, ഇപ്പോഴത്തെ സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ട്. ആണുങ്ങളിൽ കുറെ തരം സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ട്, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, പ്രീമച്ചുർ ഇജാക്കുലേഷൻ, അങ്ങനത്തെ കുറെ ഇഷ്യൂസ്. പെണ്ണുങ്ങളിലാണെങ്കിൽ ലൂബ്രിക്കേഷൻ ഇഷ്യൂസ്, അറൗസലിന്റെ ഇഷ്യൂസ്, പെയിൻ ഇഷ്യൂസ്, അത് ഭയങ്കര കോമൺ ആണ്. പെനട്രേഷന്റെ സമയത്ത് പെയിൻ വരുന്നത്, പിന്നെ ഓർഗാസം എത്താൻ പറ്റാത്തതിന്റെ. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു സ്പെക്ട്രം ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് പോലും നമ്മുടെ ജനറൽ പബ്ലിക്കിന് അറിയുന്നില്ല എന്നുള്ളതാണ് അതിനകത്തെ പ്രശ്നം. അപ്പം സെക്ഷൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ സെക്സ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും, ബോഡിലി ഓട്ടോണമി, നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സെക്ഷൽ ഡിസ്ഫങ്ഷൻ ആൻഡ് ഡെഫിനറ്റ്ലി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അതിൽ വരും. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളുടെ ഈ ജസ്റ്റ് ഇതൊരു സെക്ഷൽ ഹെൽത്ത് എന്നുള്ളത് മാത്രമല്ലല്ലോ, നമ്മളുടെ റിയൽ ലൈഫ് ഈ പറഞ്ഞ പോലെ ഇമോഷണൽ അല്ലെ, ഇതിപ്പം ചികിത്സിക്കാതിരിക്കുന്നത് ഇമോഷണൽ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലെ, ഫിസിക്കൽ, ഇതിനെല്ലാം എത്രത്തോളം ബാധിക്കും നമ്മുടെ ഈ ഒരു കാര്യം? അല്ല, ഈ സെക്ഷൽ ഹെൽത്ത് ഇപ്പൊ എന്തെങ്കിലും ഈ പറഞ്ഞല്ലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാണ്ട് ഹൈഡ് ചെയ്യുന്നത് എത്രത്തോളം നമ്മുടെ മറ്റ് അല്ലെ, അത് ഇതൊരു വിഷ്യ സൈക്കിളാണ്. ഇപ്പൊ സെക്ഷലി ഒരാൾ ഒരു ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ അത് തന്നെ ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇപ്പം ഒരാൾക്ക് പെയിൻ ഉണ്ട്, പെനട്രേഷൻ സമയത്ത് ഒരു പെൺകുട്ടിക്ക് പെയിൻ ഉണ്ടെങ്കിൽ അത് കാരണം ഒരു അവോയ്ഡൻസ് വരും. അടുത്ത തവണ വീണ്ടും ഒരു സെക്ഷൽ കോണ്ടാക്ടിന് ട്രൈ ചെയ്യുമ്പോൾ പെയിൻ വരും എന്നുള്ള ആങ്സൈറ്റി വിൽ ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ദിസ്. അപ്പൊ ഇതൊരു ഫിസിക്കലും ഒരു ഫിസിയോളജിക്കലും സൈക്കോളജിക്കലും എല്ലാ ആസ്പെക്ട്സും ഇതിനകത്ത് വരും. സെയിം ആണുങ്ങളുടെ കാര്യമാണെങ്കിലും ഒരു തവണ ഇറക്ഷൻ എന്തെങ്കിലും ഇഷ്യൂ വരുന്നു, അല്ലെങ്കിൽ ആൾക്കാർ കമ്പയർ ചെയ്യുന്ന പോൺ വീഡിയോസ് ഒക്കെ ആയിട്ടാണ്. ആൾക്കാർ മറന്നു പോകുന്നൊരു കാര്യം, നമ്മളൊരു സിനിമയെ പോലെ ഈ പോൺ എന്ന് പറയുന്ന ആൾക്കാർ ആക്ട് ചെയ്യുന്നതാണ്.
അപ്പോൾ അവരതിൻ്റെയുള്ള കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സും എല്ലാം ചെയ്തും അല്ലെങ്കിൽ അതിൻ്റെ കുറേ എൻഹാൻസ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടായിരിക്കും വരിക. അപ്പോൾ ആൾക്കാർ സൈസ് ഒക്കെ കമ്പയർ ചെയ്യുക, ഡ്യൂറേഷൻ കമ്പയർ ചെയ്യുന്നതൊക്കെ ഈ പോൺ വീഡിയോസ് ആയിട്ടാണ്. അത് കാരണം ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അത് കാരണം ആങ്സൈറ്റി വരാം, അത് കാരണം പെർഫോമൻസ് ഇഷ്യൂസ് വരാം. അപ്പോൾ അതിങ്ങനെ ഒരു വിഷ്യ സൈക്കിളായിട്ട് പൊക്കൊണ്ടേയിരിക്കും. പിന്നെ അത് കാരണം എന്തായാലും കോൺടാക്ട് നടന്നാലേ പിന്നെ ഫെർട്ടിലിറ്റി പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിലും കൺസെപ്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നടക്കും. അപ്പോൾ ഒരു പെയിൻ കാരണം ഇത് അവോയ്ഡ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ 7-8 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് വരുമ്പോൾ സംസാരിച്ച് വരുമ്പോൾ ഇതുവരെ അവർ കോൺടാക്ട് ചെയ്തിട്ടില്ലായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ വളരെ റെയർ ആണെന്ന്. പക്ഷേ അങ്ങനെ ഇറ്റ് ഈസ് എ വെരി വെരി കോമൺ തിങ്. ഈ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഒരു ലൈഫ് ടൈമിൽ ഓൾമോസ്റ്റ് ഒരു 30-40% ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻ വരും. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ദിസ് ഇസ് എ നോർമൽ തിങ്. ഇതിന് ഹെൽപ്പും ട്രീറ്റ്മെന്റും ഉള്ളൊരു കാര്യമാണ്. അത് നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. വേണ്ട സമയത്ത് ട്രീറ്റ്മെന്റ് തേടുക എന്നുള്ളതാണ്. അല്ല, പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അല്ലേ സത്യം ഒരു വിഷ്യ സർക്കിൾ എന്ന് പറഞ്ഞ വേർഡ് കറക്റ്റ് ആണ്. ഒരു ലൂപ്പ് പോലെ അല്ലേ, ഓവർ ദ 8 years ഒക്കെ അല്ലേ അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്നല്ലേ. ഡോക്ടറിന്റെ അടുത്ത് എത്തി പറഞ്ഞാൽ തീരാവുന്ന കാര്യമാണ് 8 വർഷത്തേക്കൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, സോ ഇനി നമുക്ക് STIസിലേക്ക് തന്നെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. അപ്പം നമ്മുടെ മൈൻഡ് വരുന്നത് ഇതിപ്പോൾ ഒരാൾക്ക് അങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നത് ആ ആൾ കംപ്ലീറ്റ്ലി അയാളുടെ ഒരു ഇറസ്പോൺസിബിൾ ബിഹേവിയർ കൊണ്ട് മാത്രമായിരിക്കുമോ? അതായത് ഒരു പേഴ്സൻ്റെ ഇറസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ചെയ്തത് കൊണ്ട് മാത്രം വരുന്ന ഒന്നാണോ STI? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം STI എന്ന് പറയുന്നത് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷനാണ്, അതൊരു അസുഖമാണ്. ഏതൊരു ഇൻഫെക്ഷൻ പോലെ വരുന്ന ഒരു അസുഖമാണെന്നുള്ളത് നമ്മളത് മനസ്സിലാക്കുക. STIയുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബാക്ടീരിയൽ STIs ഉണ്ട്, വൈറൽ STIs ഉണ്ട്, പലതരം STIs ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രോബ്ലം, ഇതിൻ്റെ ഒരു ലോങ് ലേറ്റൻസി പീരീഡ് ഉണ്ട്. ലേറ്റൻസി പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അസുഖം കിട്ടിക്കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരാനായിട്ട് ഒരുപാട് സമയം എടുത്തെന്ന് വരാം. അതുകൂടാതെ അതിനൊരു അസിംറ്റമാറ്റിക് നേച്ചർ ഉണ്ട്. അതായത് ഒരു സിംറ്റം പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്. ഒരു സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അങ്ങനെ ഒരു അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവും. അങ്ങനൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ ആ അസുഖം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുകയും മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ പൊതുവെ സമൂഹത്തിലുള്ളൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഭയങ്കര ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള ഒരാൾക്ക് വരുന്നൊരു അസുഖമാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല. ഒരു മോണോകോമസ് റിലേഷൻഷിപ്പിലുള്ള ഒരാൾക്ക് പോലും, പ്രസൻ്റ്ലി ഒരു മോണോകോമസ് റിലേഷൻഷിപ്പിലുള്ള ഒരാൾക്ക് പോലും വളരെ കാലം മുമ്പ് ഏതർ ഓഫ് ദ പാർട്ട്നേഴ്സിന് വന്നൊരു അസുഖമാകാം STI എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു റെസ്പോൺസിബിൾ നേച്ചറിന് നമ്മളതിനെ വിളിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വിളിക്കുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു അസുഖമാണ് എന്ന് നമ്മളത് ആ ഒരു രീതിയിൽ അതിനെ കാണുമ്പോൾ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കില്ല. അപ്പോൾ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കില്ല എന്ന് മാത്രമല്ല ഒരു റെഗുലർ സ്ക്രീനിങ് പ്രോസസ്സ് നടക്കില്ല. അതായത് ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ ഒരു ഹൈ റിസ്ക് ബിഹേവിയറിന് ശേഷം സ്ക്രീൻ ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ സ്ക്രീൻ ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ആ ഒരു STI ലോഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റിഗ്മറ്റൈസേഷൻ മാറ്റി, സ്റ്റിഗ്മ മാറ്റി ഇതൊരു ഇൻഫെക്ഷനായിട്ട് കണ്ട് അതിനെ പ്രോപ്പറായി ട്രീറ്റ് ചെയ്ത് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു STIയുടെ ഒരു ഐസ്ബർഗ് ഫിനോമിനൻ എന്ന് പറയും. നമ്മൾ പുറത്ത് കാണുന്നതിലും താഴെ അതിലൊരു വലിയൊരു ഐസ്ബർഗ് താഴെയില്ല. അപ്പോൾ അതിനെ എന്നാലേ നമുക്കതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ, ഇപ്പം ഇത് STI ഉണ്ടെന്ന് അറിയാതെ ഒരുപാട് വർഷം മുന്നോട്ട് പോയി പിന്നെ ഇതൊരു എലിവേറ്റ് ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റേജിലായിരിക്കുമല്ലോ ഇത് അറിയുന്നത്. സോ ഇപ്പം അത്രയും സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ അപ്പം ഹൗ ഓഫൺ നമ്മൾ സ്ക്രീനിങ്സ് എടുക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് ആക്ച്വലി അങ്ങനൊരു ഒരു വാക്കിൽ പറയാവുന്നൊരു ഗൈഡ് ലൈൻ ഇല്ല. കാരണം ഒരുപാട് സെറ്റ് ഓഫ് പോപ്പുലേഷൻ ഉണ്ട്. അതിലൊരു ഹൈ റിസ്ക് ബിഹേവിയർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 6 monthly സ്ക്രീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുകൂടാതെ ഒരു MSM പോപ്പുലേഷൻ, അതായത് മെൻ ഹാവിങ് സെക്സ് വിത്ത് മെൻ പോപ്പുലേഷൻ ആണെങ്കിൽ ഒരു 6 monthly സ്ക്രീനിങ് വുഡ് ബി ഗുഡ്. അതുകൂടാതെ ചിലവരുണ്ടായിരിക്കും അവർ ഒരു പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്, ഇപ്പോൾ HIV വേണ്ടി HIV വരാതിരിക്കാനുള്ള പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സ് എടുക്കുന്നൊരു പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ അവർക്കൊരു ചാൻസസ് ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ ഒരു പ്രൊഫൈലാക്സിസ് ടാബ്ലറ്റ്സ് എടുത്ത് പോകുന്നത്. അവരൊക്കെ ഒരു 3 monthly നോക്കുന്നത് നല്ലതായിരിക്കും. ഒരു ഇയർലി വൺസ് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുകൂടാതെ ഇപ്പം ഒരു പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് ആൻറ്റിനേറ്റൽ ചെക്കപ്പിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഈ ബ്ലഡ് ടെസ്റ്റുകളും സ്ക്രീനിങ്ങും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഒരു 6 monthly to 1 yearly സ്ക്രീൻ ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ഈ സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കാര്യമാണ്. ഇതിപ്പോൾ നമ്മൾ രണ്ട് ആളുകൾ കല്യാണം കഴിക്കാൻ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ബിഫോർ മാരേജ് അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ അത് റെലവെൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട് ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ. ഞാൻ ചോദിക്കുകയാണ് ബിക്കോസ്
ഡെഫിനറ്റ്ലി ആണ്. അല്ലേ? പക്ഷെ നമ്മുടെ നാട്ടില് കല്യാണത്തിന് അന്ന് പാർട്ട്ണറിനെ കാണുന്ന ഒരു ട്രെൻഡ് വരെ ഉണ്ട്. അറേഞ്ച് ഇപ്പോഴും അപ്പം പഴയ സെക്ഷൽ ഹിസ്റ്ററിയോ റിലേഷൻഷിപ്പ് ഹിസ്റ്ററിയോ പോലും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കംഫർട്ട് സോൺ വരാത്തിടത്ത് ഐഡിയലി ഈ പറയുന്ന പോലെ പാർട്ട്ണറിന്റെ പ്രീവിയസ് എക്സ്പോഷർ ഹിസ്റ്ററിയും STI സ്ക്രീനിങ് ഒക്കെ ചെയ്തിട്ട് കല്യാണത്തിലേക്ക് പോകണമെന്ന് അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അത് എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ പ്രാക്ടിക്കൽ ആകും എന്നുള്ളത് ഈവൻ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ബിഫോർ ട്രൈയിങ് ഫോർ പ്രഗ്നൻസി കൺസീവ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അതായത് കൺസീവ് ചെയ്തതിന് ശേഷം ആന്റിനേറ്റൽ ചെക്കപ്പിന്റെ ഒരു പ്രഗ്നൻസി ചെക്കപ്സിന്റെ കൂടെ ചെയ്യാതെ അവരിത് എപ്പോഴാണോ പ്ലാൻ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ ഒരു കംപ്ലീറ്റ് പാനൽ ചെയ്ത് ഇതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പാക്കിയതിന് ശേഷം മുന്നോട്ട് പോകുന്നത് വിൽ ബി ഗുഡ്. കാരണം ഈ STIസിനുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇത് രോഗലക്ഷണങ്ങൾ ഇല്ലാതെ ഉള്ളിൽ തന്നെ കിടക്കുന്ന അസുഖങ്ങളാകാം. കൂടാതെ ഇത് പ്രഗ്നൻസിയുടെ സമയത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. രണ്ടാമതായിട്ട് കുട്ടിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള STIs ഉണ്ടാകാം. എല്ലാം റെയർ ആയിട്ടെങ്കിലും സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ചില ക്ലമീഡിയ ഗൊണോറിയൊക്കെ ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യാം. അപ്പോൾ ഉള്ളിലായിരിക്കും പ്രശ്നങ്ങളുണ്ടാകുക. ഇവർ കൺസെപ്ഷൻ ട്രൈ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നും അല്ലെങ്കിൽ അത് അനാറ്റമിയോ ഫിസിയോളജിയോ ഡിസ്റ്റോർട്ട് ചെയ്യുന്നുണ്ടെന്നും അത് കാരണം പ്രഗ്നൻസിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും അറിയുന്നു. അപ്പോൾ പിന്നെ ഈ പ്രീ കൺസെപ്ഷൻ ഒരു സ്ക്രീനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അവിടെ പിന്നെ നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടത് അവിടെ. അതേപോലെ നമ്മൾ STIs ഇപ്പോൾ ഡയറക്റ്റ് കോണ്ടാക്ട് അല്ലാണ്ട് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ടോ? ലൈക്ക് നമ്മളിപ്പോൾ കോമൺ ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുക, സ്വിമ്മിങ് പൂൾസ് യൂസ് ചെയ്യുക, അല്ല എൻ്റെ ഒരു ഡൗട്ടാണ്, ലൈക്ക് അല്ലെങ്കിൽ നമ്മൾ ഷെയർഡ് ടവൽസ്, അങ്ങനെ ചാൻസസ് ഉണ്ടോ STI സ്പ്രെഡ് ആവാൻ? STI അങ്ങനെ സ്പ്രെഡ് ആവില്ല. STI എന്ന് പറയുന്ന ഒരു ബോഡി ഫ്ലൂയിഡ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു സെക്ഷൽ പ്രാക്ടീസിലൂടെ സ്പ്രെഡ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചില കോമൺ ടവലൊക്കെ ഉപയോഗിക്കുമ്പോൾ ആൾക്കാർ പാരനോയിഡ് ആവാറുണ്ട്, ഈ അസുഖം എനിക്ക് വരുമോ എന്നൊക്കെ വരാറുണ്ട്. പക്ഷെ അങ്ങനെ STIs സ്പ്രെഡ് ചെയ്യാറില്ല. അതൊരു മിസ്ഇൻഫർമേഷനാണ്. അപ്പോൾ അത് വെറുതെ അനാവശ്യമായിട്ടുള്ളൊരു ടെൻഷൻ ഉണ്ടാക്കത്തേ ഉള്ളൂ. ഒരു പ്രോപ്പർ അൺപ്രൊട്ടക്റ്റഡ് കോണ്ടാക്റ്റിലൂടെയാണ് STDs പൊതുവെ. ഇത് പറയുന്നത് ഈ ബാക്ടീരിയം വൈറസുകളൊക്കെ ആണല്ലോ ഇത് കോസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയുടെ പുറത്ത് ഇതിനെ സർവൈവ് ചെയ്യണമെങ്കിൽ ചാൻസസ് ആർ വെരി ലെസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കോമൺ ടോയ്ലറ്റ്, പൂൾ വഴിയൊക്കെ സ്പ്രെഡ് ആവും. ഈ ചില പാരസിറ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സ്പ്രെഡ് ആവാം. അല്ലാതെ ഈ കോമൺ STIs ഒന്നും റെയർ കേസസ് മാത്രമേ ഉള്ളൂ അല്ലേ? ഇല്ല, അങ്ങനെ സ്പ്രെഡ് ആവാറില്ല. അപ്പോൾ ഡോക്ടർ, ക്ലിനിക്കിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന STI അങ്ങനെ തോന്നിയിട്ടുള്ളത് ഏതാണ്? ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഏനോജെനിറ്റൽ വാർഡ്സ് ആണ്. ഏനോജെനിറ്റൽ വാർഡ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ടാക്കുന്ന ഒരു STI ആണ്. അതിൻ്റെ രോഗലക്ഷണം എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ ചെറിയ വളർച്ചകൾ ഉണ്ടാവുകയാണ് ചെയ്യുക. അതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതാണ്. അത് കൂടാതെ കാണാറുള്ള STI എന്ന് പറയുന്നത് ഹെർപ്പിസ് എന്ന് പറയുന്നൊരു ജെനിറ്റൽ ഹെർപ്പിസ് എന്ന് പറയുന്നൊരു ഇൻഫെക്ഷനുണ്ട്. അത് ഈ പറയുന്ന പോലെ ചെറിയ വേദന ഉണ്ടാക്കുന്ന കുമിളകൾ ആയിട്ടാണ് അത് വരാറുള്ളത്. പിന്നെ ചിലതരം മുറിവുകളായിട്ട് വരുന്ന ഇൻഫെക്ഷനുകളുണ്ട്. പിന്നെ യുറീത്രൈറ്റിസ്, അതായത് മൂത്രവിസർജനം നടത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന നീറ്റൽ, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന STDs ഉണ്ട്. ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ കാണാറുള്ളത്. ശരിക്കും ഈ STIs ഒക്കെ ക്യൂറബിൾ ആണ്? എത്രത്തോളം ക്യൂറബിൾ ആണെങ്കിൽ തന്നെ അത് എത്രത്തോളം ക്യൂർ ചെയ്യാൻ പറ്റും? ഇത് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ഒരാൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ? നമ്മളൊരു ഒട്ടുമിക്ക STDസും കംപ്ലീറ്റ്ലി ട്രീറ്റബിൾ ആണ്. അത് ടേക്ക് സം ടൈം, കുറച്ച് സമയം എടുക്കും അത്. എന്നാലും ഓൾമോസ്റ്റ് എല്ലാ STDസും ട്രീറ്റബിൾ ആണ്. എല്ലാ STDസും കൺട്രോളബിൾ ആണ്. എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു ഏനോജെനിറ്റൽ വാർഡ്സ് ആണെങ്കിൽ തന്നെ നമ്മൾ പല രീതിയിൽ അത് ട്രീറ്റ് ചെയ്യാറുണ്ട്. പല രീതിയിൽ അതിനെ അപ്ലേറ്റ് ചെയ്ത് കളഞ്ഞ് നമ്മളത് പേഷ്യൻ്റ് മേ ബി ഒരു 2 to 3 months he'll be cleared of genital warts. ചില STDs, അതിപ്പോൾ ഹെർപ്പിസ് പോലത്തെ ജെനിറ്റൽ ഹെർപ്പിസിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെർപ്പിസിൻ്റെ വൈറസ് തൊലിപ്പുറത്ത് നിന്നും നമ്മുടെ ശരീരത്തിലെ നെർവ്സിലേക്ക് പോയിട്ട് ആ നെർവ്സിൽ ഉറങ്ങിക്കിടക്കും. ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ അത് ഇതേ ആളിൽ പുറത്തേക്ക് വരും. അപ്പോൾ അത് റെക്കറൻസ് ഉണ്ടാക്കും, വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ ഒഴിച്ച് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ HIV നമുക്കറിയാം. അതല്ലാതെ കുറച്ച് ഒഴിച്ച് മാറ്റിക്കഴിഞ്ഞാൽ സിഫിലിസ് തുടങ്ങി ഗൊണോറിയ, ക്ലമീഡിയ, ഒട്ടുമിക്ക STDസിനും പ്രോപ്പറായി നമ്മൾ അതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദെർ ഈസ് ട്രീറ്റ്മെൻറ്റ്. ഒട്ടുമിക്ക എല്ലാ പേഷ്യൻസും ദിൽ ബി കംപ്ലീറ്റ്ലി ക്യൂർഡ് ഓഫ് ദ ഡിസീസ്. ഓക്കെ. അപ്പോൾ ഈ നമ്മളീ പറഞ്ഞല്ലോ, ഈ പല ആളുകൾക്കും ഈ ഒരു സെക്ഷൽ ഹെൽത്ത് പറയാൻ മടി തന്നെ. ഒന്ന് നമ്മൾ പറഞ്ഞു സൊസൈറ്റി എങ്ങനെ ജഡ്ജ് ചെയ്യും എന്നുള്ളത്, അല്ലെങ്കിൽ പല ആളുകൾക്കും ഫ്യൂച്ചറിൽ ഒരു പാർട്ട്ണറിനെ കിട്ടുമോ എന്നുള്ളൊരു
അങ്ങനെ പല ഡൗട്ട് കൊണ്ടായിരിക്കുമല്ലോ ഇത് ഷെയർ ചെയ്യാത്തത്. ശരിക്കും അപ്പം ഈ ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ, ഒരു ഇൻഫെക്റ്റഡ് ആയിട്ട് ഉള്ള ഒരാൾക്ക് ഒരു പാർട്ട്ണർ വന്നാൽ അയാളെ ഇതെങ്ങനെ ബാധിക്കും? അറിഞ്ഞോ അറിയാതെയോ വന്നു കഴിഞ്ഞാൽ അയാളെ ഇതെങ്ങനെയൊക്കെ ബാധിക്കാം? ഇപ്പോൾ ഒരു STD ഉള്ള ഒരാളുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ഇത് പാർട്ട്ണറോട് എങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. STD ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നതാണ് പാർട്ട്ണർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആരിൽ നിന്ന് വന്നു എന്നുള്ളതല്ല, പാർട്ട്ണറിന് ഇദ്ദേഹത്തിന് ഒരു സെക്ഷൽ ട്രാൻസ്മിറ്റ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പാർട്ട്ണറിന് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പാർട്ട്ണറെ ട്രീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് ബോണാണ്. ഇല്ലെങ്കിൽ ഇദ്ദേഹം റീഇൻഫെക്റ്റഡ് ആകാം. അപ്പോൾ അത് എങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് പേഷ്യൻറ്റിനെ ഭയങ്കര ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. ഒരു ഭയങ്കര ഒരു ആൻസൈറ്റിയും ഡിപ്രഷനാണ്. എനിക്ക് അത് ആ ഒരു സ്റ്റേജ് നമുക്കറിയാം. അപ്പോൾ ഇത് നമ്മൾ OPD ഇരുന്ന് കരയുന്ന ആൾക്കാരുണ്ട്. അതായത് ഇതെങ്ങനെയാണ് റിവീൽ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അവർ ആദ്യം അങ്ങനെ നമ്മൾ ഒത്തിരി അങ്ങനെ സ്ട്രോങ് വേർഡ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റലായിട്ട് അങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരാകെ തകർന്നു പോകുള്ളൂ. അപ്പോൾ അത് പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർ ട്രീറ്റ് ചെയ്ത് ഇത് എന്താണ് പാർട്ട്ണർ ട്രീറ്റ്മെൻറ്റ് ആവശ്യകത, അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് വളരെ സമയമെടുത്ത് ഓരോ തവണയും കാണുമ്പോൾ പറഞ്ഞാണ് പിന്നീടാണ് പാർട്ട്ണറെ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ചിലൂടെ മാത്രമേ രണ്ടുപേർ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമുക്കത് ട്രീറ്റ് ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനുമായിട്ടും പറ്റും. അതൊക്കെ ഇപ്പം നിങ്ങൾ ഡോക്ടേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞത് നമ്മൾ റിപ്പീറ്റായിട്ട് പറയുന്നത് എല്ലാവരും ജഡ്ജ്മെൻറ്റിലാകുന്നതിനെ കുറിച്ചാണ്. സോ ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേരുണ്ടാവും അല്ലേ ഇത് സഫർ ചെയ്ത് ചിലപ്പം നല്ല പീക്കിൽ സഫർ ചെയ്തിരിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിംറ്റംസ് ഒന്നും ഇല്ലാതെ അറിയാതെ പോകുന്നവരുണ്ടായിരിക്കും, ഒരു ഇമ്പോർട്ടൻസ് അറിയാതെ പോകുന്നവർ. സോ ഇവരെല്ലാം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോലും എത്താത്ത ഈ ജഡ്ജ്മെൻറ്റിനെ പേടിച്ചാണ്. സോ ആസ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതിനെങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റൽ ടോപ്പിക് അല്ലാതാക്കാം, ഒരു നോൺ ജഡ്ജ്മെൻറ്റൽ കാര്യമാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളത്? അതിന് ആക്ച്വലി നമ്മുടെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെ അതിന് വേണ്ടിയിട്ടൊന്ന് റെഡി ആവണം. അതായത് ഞാൻ പറഞ്ഞില്ലേ, അതൊരു ഡോക്ടറെ കാണുന്ന OPD മാത്രമുള്ളൊരു പ്രോബ്ലം അല്ല. അത് പേഷ്യൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി എത്രമാത്രമുണ്ട്, അതാണ് പേഷ്യൻ്റെ ഏറ്റവും വലിയ വരി എന്ന് പറയുന്നത്. ഞാനിവിടെ വന്നു, ട്രീറ്റ്മെൻറ്റ് സീക്ക് ചെയ്തു, ഡോക്ടറെ കണ്ടു എന്നുള്ളത് എത്രത്തോളം കോൺഫിഡൻഷ്യലായിട്ട് നിൽക്കും. കാരണം ഒരു ഹോസ്പിറ്റൽ, അതൊരു ഗവൺമെൻറ് സെറ്റപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെറ്റപ്പ് ആയിക്കോട്ടെ, അവിടെ ലാബ് ഫെസിലിറ്റീസ് ഉണ്ടാകാം, അവിടെ അങ്ങനെ ഒരു കൊളാബറേഷൻ വരുന്നുണ്ടാകും, വേറെ ഡോക്ടറുടെ അടുത്തേക്ക് വിടുന്നുണ്ടാകാം, വേറൊരു അഡ്വൈസ് വേണ്ടി വരാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് എത്രത്തോളം എൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രോബ്ലം. പിന്നെ ജഡ്ജ്മെൻറ്റൽ എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഇന്നൊരു HIV ടെസ്റ്റ് ചെയ്യാനാണെന്ന് പറയുമ്പം ചിലപ്പോൾ ഒരു നോട്ടം പോലും ആകെ ഡെസ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരാളായിരിക്കും. അത് ഭയങ്കരമായിട്ട് അവർക്കത് ഭയങ്കര ഫീൽ ചെയ്യും. അപ്പോൾ എന്നോട് ആക്ച്വലി ഒരു പേഷ്യൻ്റ് ഒരിക്കൽ ചോദിച്ച കാര്യമുണ്ട്. ടെസ്റ്റ് റിസൾട്ട് എല്ലാം ചെയ്തതിന് ശേഷം പേഷ്യൻ്റ് വന്നിട്ട് പറയണ്ടായി, പുറത്ത് ഏതൊരു ലാബിൽ പോയിട്ടാണ് അദ്ദേഹം ചെയ്തത്. ലാബിൽ വെച്ച് റിസൾട്ട്സ് കൊടുക്കുമ്പോൾ ഉറക്കെ പറഞ്ഞിട്ട് കൊടുത്തു, അതായത് ഇദ്ദേഹത്തിൻ്റെ ഇന്ന റിസൾട്ടാണ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ അവിടെ ലാബിലെല്ലാം ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിന് ഭയങ്കര ഫീലായി. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മാക്സിമം ജഡ്ജ്മെൻ്റലാകാതെ നമ്മളൊരു സയൻറ്റിഫിക് ഒരു പ്രൊഫഷണലായിട്ട് അതിനെ കാണുന്നു. ഇതൊരു ഇൻഫെക്ഷനാണ്, ആ ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യണം, അത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, ആ ഡയഗ്നോസ് എക്സ്പ്ലെയിൻ ചെയ്യണം, അതിനെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടുകൊണ്ട് എന്താണെന്നുള്ള ഒരു ഡയഗ്നോസിസിലെത്തുന്നു. പേഷ്യൻറ്റിനോട് അസുഖത്തിൻ്റെ ഒരു പ്രത്യേകതകൾ, സവിശേഷതകൾ എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അനാവശ്യ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാതിരിക്കുന്നു. പ്രൊഫഷണലായിട്ട് ഈ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് പേഷ്യൻറ്റിന് ഉപകാരം ചെയ്യുമെന്ന് ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്നു. അതിനുശേഷം ഈ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്, ഒരു സ്റ്റെപ്പിലാണോ പല സ്റ്റെപ്പിലാണോ ചെയ്യുന്നത്, എത്രത്തോളം സമയമെടുക്കും. ഇത് കഴിഞ്ഞാൽ പാർട്ട്ണർ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യകത, പാർട്ട്ണർ ട്രീറ്റ് ചെയ്യുക. അതുകൂടാതെ തന്നെ ഇനി ഇങ്ങനൊരു പ്രോബ്ലം വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കാം, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതെല്ലാം കൂടെ ചേർന്നൊരു അപ്രോച്ച്, അത് എല്ലാ ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്നും, ആ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്നും, ഈവൻ മീഡിയയുടെ ഭാഗത്തു നിന്നും, സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടായെങ്കിൽ മാത്രമേ പേഷ്യൻസ് ട്രീറ്റ്മെൻറ്റ് സീക്ക് ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ദർ ആർ പീപ്പിൾ, ഇപ്പം എനിക്ക് സ്ക്രീൻ ചെയ്യണം, എനിക്ക് ഡോക്ടറെ, എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, ബട്ട് അൺമാരീഡ് ആയിട്ടുള്ള ഒരുപാട് വന്നിട്ട് എനിക്ക് എൻ്റെ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്യണം, എൻ്റെ ഇതെല്ലാം നോക്കണം എന്ന് പറയുന്നവരുണ്ട്. പിന്നെ വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്, ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞിട്ട് ഭയങ്കര. എനിക്ക് അതാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. നമുക്കിപ്പം ഈ ഗൂഗിളൊക്കെ നോക്കി കുറേ അറിവ് എടുത്തിട്ട് കുറേ ആൾക്കാർ വരുമല്ലോ. അപ്പം ചിലർക്ക് ഈ എന്തെങ്കിലുമൊക്കെ സിംറ്റം വായിച്ചു കണ്ടു,
പക്ഷെ ടെസ്റ്റ് ചെയ്തപ്പോഴും നെഗറ്റീവ് ആണെന്ന് വെച്ചു. പക്ഷെ എന്നാലും ഈ ടെൻഷൻ കൊണ്ട് ഈ സിംറ്റം വരുന്ന പോലെ അങ്ങനത്തെ ആൾക്കാരുണ്ടോ? ചിലപ്പോൾ ഇവരുടെ തോന്നലുകളായിരിക്കും. ഈ ഓവർ സ്ട്രെസ് ആൻസൈറ്റി കൊണ്ട് STI സിമിലർ സിംറ്റംസ് തോന്നുന്ന ആളുകളുണ്ടാവും. അത് വലിയൊരു പ്രോബ്ലമാണ്. കാരണം രണ്ട് രീതിയിൽ അത് വരാറുണ്ട്. ആദ്യം പേഷ്യൻ്റ് OPയിലേക്ക് വരും. അപ്പോൾ അത് ചിലപ്പോൾ ഒരു ഇതുപോലെ ഒരു സെക്ഷൽ എൻകൗണ്ടർ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിയുമ്പോൾ ഒരു ഭയങ്കര ടെൻഷനാണ്. ആ ടെൻഷൻ്റെ ഭാഗമായിട്ടാണ് OPയിലേക്ക് വരുന്നത്. അപ്പോൾ പേഷ്യൻറ്റിന് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നും. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് പേഷ്യൻ്റ് പറയാറുള്ളതെന്ന് വെച്ചാൽ മെയിൽസിൻ്റെ ജെനിറ്റൽ ഓർഗൻസിൽ ഒരു ചെറിയ കുത്തുകളുണ്ടാവും. അതിന് നമ്മൾ 4 days സ്പോട്സ് എന്നാണ് പറയും. വളരെ നോർമലായിട്ടുള്ളതാണ്. അത് കോമൺ ആയിട്ട് എല്ലാവരും കാണുന്നത്, നേരത്തെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ പേഷ്യൻ്റ് ഭയങ്കര ആൻഷ്യസ് ആയിട്ട് അതെന്തോ അബ്നോർമൽ കണ്ടീഷനാണ്, അത് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞ് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷൻ, ആ ഒരു ആൻസൈറ്റി ഭയങ്കര കൂടുതലാണ്. പേഷ്യൻ്റ് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇനി വേറൊരു രീതിയിൽ അതർ എൻഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കും നമ്മൾ. പ്രോപ്പറായിട്ടൊരു STI വന്നു, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം എടുത്തതിന് ശേഷം പേഷ്യൻ്റ് പുതിയ പുതിയ സിംറ്റംസ് വന്നുകൊണ്ടിരിക്കും. വളരെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ്. എനിക്ക് എൻ്റെ തൊലിപ്പുറത്തൊരു റാഷ് വരുന്നു, എനിക്ക് മിച്ചുറിഷിൻ്റെ സമയത്ത്, അതായത് മൂത്രവിസർജനം ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു വല്ലായ്മ തോന്നുന്നു. അങ്ങനെ നേരത്തെ ഉള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് നമുക്കത് പേഷ്യൻറ്റിനോട് ഓരോ തവണയും സമയമെടുത്ത് ഇത് പ്രോബ്ലം ഇല്ലാത്ത കാര്യമാണ്, ഇത് അഡ്രസ്സ് ചെയ്യേണ്ടതല്ല, അതിൻ്റെ ഒരു സയൻറ്റിഫിക് പ്രൂഫ് കൊടുത്ത് ഓരോ തവണയും നമ്മൾ പേഷ്യൻറ്റിനെ സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കേണ്ടി വരും. പതുക്കെ ഒരുപാട് പേര് ഇത് റീഅഷുറൻസ് കൊടുത്ത് ഓക്കെ ആവാറുണ്ട്. ഫ്യൂ പീപ്പിൾ അഗെയിൻ നീഡ് കുറച്ചുകൂടെ പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ടി വരും. അവർക്കൊരു നമ്മളൊരു സൈക്കാട്രി സൈക്കോളജിക്കൽ ലെവലിലേക്ക് അത് വേണ്ടവരുണ്ട്. ബിക്കോസ് ദർ ഇസ് എ ലോട്ട് ഓഫ് ഗിൽറ്റ്. അതിൽ ഭയങ്കര ഗിൽറ്റ്, അതായത് ഒരു സോഷ്യൽ നോംസിന് എതിരായിട്ട് പോയി എന്നുള്ളൊരു ഭയങ്കര ഗിൽറ്റ് അതിനകത്തുണ്ട്. അപ്പോൾ അതാണ് ഇവരെ ഈ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ ശരിക്കും ടെൻഷൻ, സ്ട്രെസ്സും ആൻസൈറ്റിയും ഫേക്ക് ചെയ്യുക അല്ലേ സിംറ്റംസ് നമുക്ക് തോന്നാല്ലേ? ഇല്ലാത്ത സിംറ്റംസ് ഉണ്ടെന്ന് തോന്നാനൊരു കാരണമാവും. ഈ പറയുന്നത് ഒരു തലം. ഇപ്പം നമ്മൾ ജഡ്ജ്മെന്റിൽ അല്ലാതിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്നതല്ലാതെ ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് പ്രോപ്പർ സെക്ഷൽ എഡ്യൂക്കേഷൻ നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പം പ്രോപ്പർ സെക്ഷൽ എഡ്യൂക്കേഷനും പ്രോപ്പർ സെക്ഷൽ ഹെൽത്തിനെ പറ്റി അറിയാമെങ്കിൽ അതിന്റെ ഒരു ഭാഗമാണ് നമുക്കൊരു സാധാരണ ഇൻഫെക്ഷൻ വരുന്ന പോലെ ഒരു ഇൻഫെക്ഷൻ വന്നതാണ്, ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് നോർമൽ ആണെന്നുള്ളത്. അത് പ്രൊഫഷണൽ സൈഡിൽ നിന്ന് മാത്രമല്ല സൊസൈറ്റിയിലും ആ ചേഞ്ച് വരണം. ദിസ് ഇസ് എ നോർമൽ തിങ്. പതുക്കെ അങ്ങനെ വരുന്നുണ്ട്. ദർ ആർ പീപ്പിൾ ഹു കം ഫോർവേഡ്. ഇവൻ പറഞ്ഞ പോലെ വെറുതെ ട്രീറ്റ്മെന്റ് സ്ക്രീനിങ്ങിനായിട്ടൊക്കെ വരുന്നുണ്ട്. ബട്ട് ഓവറോൾ ആ ചേഞ്ച് വരണമെങ്കിൽ പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ ഇസ് നെസസറി എന്നുള്ളതാണ്.